ഞാൻ മതം ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ എന്നോട് പണ്ട് എപ്പോഴും ഉമ്മ ഇങ്ങനെ നിസ്കരിക്കുക അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം ഉമ്മയോട് പറഞ്ഞു, ഇപ്പൊ ഉമ്മ എന്നോട് ഇങ്ങനെ നിസ്കരിക്കുന്നു പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ നിസ്കരിച്ച് ഞാൻ ചിലപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ടായിരിക്കും, പടച്ചവന് വേണ്ടിയിട്ടാവില്ല. എനിക്ക് സ്വയം തോന്നിയിട്ട് ചെയ്യേണ്ട കാര്യമല്ല അത്, അപ്പോഴല്ലേ ദൈവത്തിന് വേണ്ടിയിട്ടാവുള്ളൂ. അപ്പൊ ഇനി അങ്ങനെ അത് പറഞ്ഞ് എന്നെ നിർബന്ധിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനെ കുറിച്ച് ഓർമ്മ വരികയാണ്. ആ മഹാൻ ചെറുപ്പത്തില് ഖുർആൻ പഠിക്കാനായി ഉപ്പ ഓരോ ദിർഹം ഇങ്ങനെ കൊടുക്കും. ഓരോ ആയത്ത് പഠിച്ചാൽ, ഓരോ സൂറത്ത് പഠിച്ചാൽ ഉപ്പ ഓരോ ദിർഹം ആ മഹാന്റെ കയ്യിൽ വെച്ച് കൊടുക്കും സമ്മാനമായിട്ട്. അങ്ങനെ ഓരോ ദിർഹം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും. പഠിക്കുന്നതനുസരിച്ച് ദിർഹമിന്റെ കണക്കിങ്ങനെ കൂട്ടി കൂട്ടി ഉപ്പ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ മകന് ഒരു പ്രായമെത്തിയപ്പോൾ മനസ്സിലായി, എൻ്റെ വാപ്പാനോട് ഇനി ആ ദിർഹം എനിക്ക് വാങ്ങാൻ പറ്റൂല. കാരണം എൻ്റെ അള്ളാഹു താലാക്ക് വേണ്ടി ഇനി ഞാൻ പഠിക്കണം എന്ന് ആ മഹാന് മനസ്സിലായി. അതുപോലെ തന്നെ ഉമ്മ ഇങ്ങനെ നിസ്കരിക്ക് എന്ന് പറയുമ്പോൾ ഉമ്മാക്ക് മകൻ നന്നാവണം എന്ന ഉദ്ദേശമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പ്രായമെത്തുമ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞത് കറക്റ്റാണ് എന്ന ബോധം വരും. ജനിച്ച ഒരു കുട്ടിയും സ്വമേധയാ നടന്നിട്ടുമില്ല. ജനിച്ച ഒരു കുട്ടി സ്വമേധയാ ഒന്നും പഠിച്ചിട്ടുമില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണമെങ്കിലും നിസ്കാരത്തെക്കുറിച്ച് പഠിക്കണമെങ്കിലും ആരെങ്കിലും നിരന്തരം പറഞ്ഞു തന്നേ പറ്റൂ. അതിപ്പോൾ എല്ലാ കാര്യങ്ങളും എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ. ആരെങ്കിലും നമ്മളെ പിറകിൽ നിന്ന് സഹായിച്ചാലല്ലാതെ, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരുന്നാലല്ലാതെ നമ്മൾ നല്ല കാര്യം ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ശരീരത്തിന് തെറ്റിലേക്ക് പോകാനുള്ള മെന്റാലിറ്റിയാണ് ഭൂരിഭാഗവും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാകും. നശിച്ചു പോകുന്ന ഈ ദുനിയാവിൽ നമ്മൾ എത്രമാത്രമാണ് സമ്പാദിച്ചു വെക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദുനിയാവ് നശിപ്പിക്കാൻ എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നശിച്ചു പോകാത്ത ആഖിറമാകുന്ന പരലോകത്തിലേക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറയുന്നുവെങ്കിൽ അവരെത്രമാത്രം നല്ല മാതാപിതാക്കളായിരിക്കും.